അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച. കേരളത്തിൽ വരുന്ന 5 ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 8 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് 7-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ CPM-ൽ ആലോചന. നിലവിലെ MLA-മാരെ മാറ്റിയാൽ കൈവിട്ടു പോകുമെന്ന് വിലയിരുത്തുന്ന മണ്ഡലങ്ങളിലാണ് ടേം വ്യവസ്ഥ മാറ്റിവെക്കാൻ പാർട്ടി ആലോചിക്കുന്നത്. അതേസമയം പെർഫോമൻസ് മോശമുള്ളവരെ 2 ടേം തികച്ചില്ലെങ്കിലും മാറ്റുമെന്നും റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലെന്ന് തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിന്റെ പരാതികൾ ശരിവെച്ച് അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ചികിത്സാ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസമുണ്ടെന്നും രോഗികൾ പിരിവിട്ട് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഉപകരണങ്ങൾക്ക് വേണ്ടി 3 മാസത്തെ വരെ കാത്തിരിപ്പുണ്ടായി എന്നും ഡോക്ടർ ഹാരിസ് സമയബന്ധിതമായി അപേക്ഷ നൽകിയെങ്കിലും അനുമതി ലഭിക്കുന്നതിന് 6 മാസം വരെ വൈകിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കത്തെ ശക്തമായി ചെറുക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇത്തരം പ്രതികാര നടപടികൾ നിസ്വാർത്ഥമായി ജനസേവനം നടത്തുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും ആത്മവീര്യത്തെ തന്നെ തകർക്കുമെന്ന് IMA പ്രതികരിച്ചു. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി പെൺകുട്ടികളിൽ ഒരാൾ. കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ബലമായി മൊഴി ഒപ്പിട്ട് വാങ്ങിയെന്ന് കന്യാസ്ത്രീകൾക്ക് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി കമലേശ്വരി പ്രധാൻ വെളിപ്പെടുത്തി. ആരുടെയും നിർബന്ധപ്രകാരമല്ല ആഗ്രയിലേക്ക് പോകാനിറങ്ങിയതെന്നും പെൺകുട്ടി പ്രതികരിച്ചു. താനും സുഹൃത്തുക്കളും ആത്മഹത്യയുടെ വക്കിലാണെന്നും പെൺകുട്ടി കൂട്ടിച്ചേർത്തു. അതേസമയം തങ്ങളുടെ അനുവാദത്തോടെയാണ് മകൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്ന് കമലേശ്വരി പ്രധാന്റെ അമ്മ ബുദ്ധിയ പ്രധാനും പറഞ്ഞു. കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു ശേഷം കുടുംബത്തിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണിയുണ്ടായെന്നും ഇവർ പറഞ്ഞു. കന്യാസ്ത്രീ മോചനത്തിൽ സംസ്ഥാന BJP നേതൃത്വത്തിനെതിരെ സ്വാമി ചിദാനന്ദപുരി. നമുക്കിനി പോലീസും വേണ്ട, കോടതിയും വേണ്ടെന്നും കുറ്റവാളി ആരെന്നും അല്ലെന്നും വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയക്കാർ തീരുമാനിക്കുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് BJP നേട്ടമായി കാണുമ്പോൾ സംഘപരിവാർ വിഭാഗങ്ങളിൽ അതൃപ്തി തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഹിന്ദു ഐക്യവേദി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടൽ നടത്തിയെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടെന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണം തള്ളി ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇടലേഖനത്തിൽ മെത്രാൻ നിലപാട് വ്യക്തമാക്കിയതാണെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പ്രതികരിച്ചു. കന്യാസ്ത്രീകൾക്കെതിരായ കുറ്റപത്രം റദ്ദാക്കുകയും കേസ് പിൻവലിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകളെ കുടുക്കിയ കേസിൽ മതപരിവർത്തനം നിലനിൽക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മനുഷ്യക്കടത്ത് ചേർത്തതെന്ന് ASI പ്രൊവിൻഷ്യൽ സിസ്റ്റർ നിത്യ ഫ്രാൻസിസ് പറഞ്ഞു. കന്യാസ്ത്രീകൾക്കെതിരെ മതപരിവർത്തന കുറ്റമാണ് ആദ്യം ആരോപിച്ചത്. എന്നാൽ പെൺകുട്ടികൾ ക്രിസ്ത്യാനികളാണെന്ന് ബോധ്യപ്പെട്ടതോടെ മനുഷ്യക്കടത്ത് ചുമത്തുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. കൺഗ്രാചുലേഷൻസ്. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം.
കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന്റെ സർക്കുലർ. സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമില്ലെന്നും വൈസ് ചാൻസലർ വിളിക്കുന്നതോ അധികാരപ്പെടുത്തുന്നതോ ആയ യോഗത്തിന് മാത്രമേ അതിനെ അധികാരം ഉള്ളൂ എന്നും സർക്കുലറിലുണ്ട്. എന്നാൽ സർക്കുലർ നിയമവിരുദ്ധമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ രാജ്ഭവനിലെത്തി മന്ത്രിമാരായ P. രാജീവും R. ബിന്ദുവുമാണ് ഇന്നലെ രാവിലെ രാജ്ഭവനിലെത്തിയത്. VC നിയമനവുമായി ബന്ധപ്പെട്ട് അനുനയത്തിൽ എത്താനാണ് മന്ത്രിമാർ എത്തിയത്. VC നിയമനത്തിൽ സമവായം വേണമെന്ന് ഗവർണറോട് മന്ത്രിമാർ ആവശ്യപ്പെട്ടു. അതിരുവിടുന്ന നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി KC വേണുഗോപാൽ MP. അണികളല്ല നേതാക്കളാണ് പ്രശ്നമെന്നും വിമർശനം പാർട്ടി ഫോറത്തിൽ മാത്രം മതിയെന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ കലക്കിയാൽ അത്തരക്കാരെ കോൺഗ്രസിന് വേണ്ടെന്നും KC വ്യക്തമാക്കി. പുനഃസംഘടനയുടെ ഏക മാനദണ്ഡം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരാണോ എന്നത് മാത്രമായിരിക്കുമെന്നും മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തി നൽകുന്നവരെക്കുറിച്ച് AICCയോട് പറയണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പോലീസിനെ കാവൽ നിർത്തി കൊടും കുറ്റവാളികളുടെ വിലസൽ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനിയും സംഘവും മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. തലശ്ശേരിയിലെ ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു പരസ്യ മദ്യപാനം. കോടതിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് കുറ്റവാളികൾക്ക് മദ്യവുമായി സുഹൃത്തുക്കൾ എത്തിയത്. സംഘത്തിൽ TP കേസിലെ കൊലയാളികളായ മുഹമ്മദ് ഷാഫിയും ഷിനോജും ഉണ്ടായിരുന്നു. സംഭവം പുറത്തുവന്നതോടെ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു. ഫിലിം കോൺക്ലേവ് സമാപന ചടങ്ങിൽ പട്ടികജാതി വിഭാഗത്തിനും സ്ത്രീകൾക്കുമെതിരെ അധിക്ഷേപ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുതെന്നും 1.5 കോടി നൽകിയത് വളരെ കൂടുതലാണെന്നും സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നും പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും അടൂർ പറഞ്ഞു. സിനിമാ കോൺക്ലേവിന്റെ സമാപന പരിപാടിയിൽ പട്ടികജാതിയിൽപ്പെട്ട സിനിമാ പ്രവർത്തകരെ അധിക്ഷേപിച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് മറുപടിയുമായി സജി ചെറിയാൻ. പട്ടികജാതിക്കാർ സർക്കാരിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ചത് മികച്ച സിനിമകളാണെന്നും കഴിവും കഥയും പരിശോധിച്ചാണ് സിനിമ നിർമ്മിക്കാൻ പണം അനുവദിച്ചതെന്നും 1.5 കോടിക്കൊന്നും ഇപ്പോൾ സിനിമ നിർമ്മിക്കാൻ കഴിയില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും ട്രാൻസ്ജെൻഡർമാർക്കും സമൂഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നവർക്കും സിനിമയുടെ മുൻനിരയിലേക്ക് വരാനുള്ള സഹായം സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തലമുറകളുടെ ഗുരുനാഥനെ യാത്രാമൊഴി ചൊല്ലി മലയാളം. ശനിയാഴ്ച അന്തരിച്ച എഴുത്തുകാരനും അധ്യാപകനും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനുമായ MK സാനുവിന്റെ സംസ്കാരം എറണാകുളം രവിപുരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖർ പ്രിയ ഗുരുനാഥനെ വിട നൽകാനെത്തി. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കേരള സ്റ്റോറി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ദി കേരള സ്റ്റോറി സിനിമയുടെ സംവിധായകൻ സുദീപ് തോസൻ. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ അംഗീകാരം ലഭിച്ചതിൽ പിണറായി വിജയൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെയാണ് സിനിമയുടെ സംവിധായകൻ സുദീപ് തോസൻ പ്രതികരിച്ചത്. ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വ്യാജകഥയ്ക്ക് 2 പുരസ്കാരങ്ങൾ നൽകിയെന്നും എന്തൊരു നാണക്കേടാണ് ഇതെന്നും നടി രഞ്ജിനി. സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു നടിയുടെ പ്രതികരണം. മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരൻ PK ബുജേർ ലഹരി കേസിൽ അറസ്റ്റിലായ സാഹചര്യത്തിൽ PK ഫിറോസ് യൂത്ത് ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കുമോ എന്ന് ബിനീഷ് കോടിയേരി. കേസിൽ PK ഫിറോസിന്റെ പങ്കും അന്വേഷിക്കണമെന്നും PK ബുജേറിന് കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ബിനീഷ് കോടിയേരി ആവശ്യപ്പെട്ടു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരൻ PK ബുജേറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് പ്രതികരണവുമായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്. സഹോദരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെടില്ലെന്നും തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും PK ഫിറോസ് പറഞ്ഞു. അതേസമയം പോലീസ് പിടികൂടിയ റിയാസ് CPM പ്രവർത്തകനാണെന്നും ഇയാളെ പ്രാദേശിക നേതാക്കൾ ഇറക്കിക്കൊണ്ടുപോയെന്നും PK ഫിറോസ് ആരോപിച്ചു.
ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് 11 മരണം, 4 പേർക്ക് പരിക്കേറ്റു. ക്ഷേത്ര ദർശനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിയുകയായിരുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഛത്തീസ്ഗഡിൽ തെരുവ് നായ നക്കിയ ഭക്ഷണം കുട്ടികൾക്ക് നൽകിയതിനെ തുടർന്ന് 78 വിദ്യാർത്ഥികൾക്ക് ആന്റി റാബീസ് വാക്സിൻ നൽകി. ബലോദ ബസാർ ജില്ലയിലെ സർക്കാർ സ്കൂളിൽ കഴിഞ്ഞ ജൂലൈ 29-നാണ് സംഭവമുണ്ടായത്. നായ ഉച്ചഭക്ഷണത്തിന് ഒപ്പമുള്ള കറിയിൽ നക്കിയ വിവരം വിദ്യാർത്ഥികൾ അധ്യാപകരെ അറിയിച്ചിരുന്നു. അധ്യാപകർ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് അവഗണിച്ച് പാചകത്തൊഴിലാളികൾ നായ നക്കിയ ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് നൽകുകയായിരുന്നുവെന്നാണ് വിവരം. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പാക് ഭീകരന്റെ സംസ്കാരത്തിനിടെ സംഘർഷം. പാക് അധീന കാശ്മീർ സ്വദേശിയും ലഷ്കർ ഭീകരനുമായ താഹിർ ഹബീബിന്റെ സംസ്കാര ചടങ്ങിൽ ലഷ്കർ കമാൻഡർ പങ്കെടുത്തതാണ് കാരണം. ലഷ്കർ കമാൻഡർ റിസ്വാൻ ഹനീഫ് പങ്കെടുക്കുന്നതിന് നാട്ടുകാരും ബന്ധുക്കളും എതിർത്തു. ഭീകരനൊപ്പം ഉണ്ടായിരുന്നവർ നാട്ടുകാർക്ക് നേരെ തോക്കു ചൂണ്ടിയതായും റിപ്പോർട്ടുണ്ട്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റിനെ വാനോളം പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂസ് മാക്സ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയെ പ്രശംസിച്ചത്. എന്നാൽ ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വിവാദമായി. കരോലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ട്രംപ് ഉപയോഗിച്ച ഭാഷ തീർത്തും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് റഷ്യയിലെ എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തം. സോച്ചിയിലെ എണ്ണ സംഭരണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും റീജിയണൽ ഗവർണർ ബെന്യാമിൻ കോന്ദ്രാത്തിയേവ് ഇന്നലെ പറഞ്ഞു. ഓവൽ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യ ഉയർത്തിയ 374 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് മഴ കാരണം 4ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എന്ന നിലയിലാണ്. 4 വിക്കറ്റ് മാത്രം ശേഷിക്കെ ജയത്തിലേക്ക് അവർക്കിനി 35 റൺസ് കൂടി വേണം. 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് എന്ന നിലയിൽ 4ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനെ 111 റൺസ് എടുത്ത ഹാരി ബ്രൂക്കിന്റെയും 105 റൺസ് എടുത്ത ജോ റൂട്ടിന്റെയും ഇന്നിംഗ്സുകളാണ് മികച്ച നിലയിലെത്തിച്ചത്. എന്നാൽ ഇരുവരെയും പുറത്താക്കി ഇന്ത്യ ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. പരിക്കേറ്റ ക്രിസ് വോക്സ് ബാറ്റ് ചെയ്തില്ലെങ്കിൽ 3 വിക്കറ്റ് വീണാലും കളി ഇന്ത്യക്ക് അനുകൂലമാകും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.